പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ്, പിന്നീട് പാലക്കാട് ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSU സംസ്ഥാന പ്രസിഡന്റ്. 2011 CPM-ന്റെ കുത്തക അവസാനിപ്പിച്ച് പാലക്കാട് മണ്ഡലം കോൺഗ്രസിനു വേണ്ടി പിടിച്ചെടുത്ത യുവ പോരാളി. 2016 2021 പാലക്കാട് വിജയം ആവർത്തിച്ച കോൺഗ്രസിന്റെ ഗ്ലാമർ മുഖം. പിന്നീട് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച CPM-ന്റെ KK ശൈലജയെ 1.25 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ യുവ MP ആരാണെന്നല്ലേ? ഷാഫി പറമ്പിൽ. CPM-ന്റെ കണ്ണിലെ കരടാണ് ഷാഫി പറമ്പിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ പൊന്നാപുരം കോട്ടകളിൽ പാർട്ടിയെ മലർത്തിയടിച്ച് കോൺഗ്രസിനു വേണ്ടി വെന്നിക്കൊടി പാറിച്ചവൻ, യുവാക്കളുടെ ഹരമായി മാറിയവൻ. കേരള രാഷ്ട്രീയത്തിലെ പവർ ഹൗസുകളിൽ ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നുണ്ട്, അത് ഷാഫി പറമ്പിലാണെന്ന്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ യുവതീ യുവാക്കൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്ന യുവ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ CPM ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളെന്ന് അവർ വിശേഷിപ്പിച്ച, കോവിഡ് കാലത്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയെന്ന് CPM-കാരൻ പറയുന്ന KK ശൈലജയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ തുടങ്ങിയ വ്യക്തി വൈരാഗ്യമാണ് CPM-ന്. അന്ന് കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചു. ഷാഫിയെ വ്യക്തിഹത്യ ചെയ്യാൻ പഠിച്ച പണി 18 ശ്രമിച്ചു. ഷാഫിയെ ഒരു മുസ്ലിം എന്ന നാമധാരി എന്ന ആയതുകൊണ്ട് ഷാഫി ഒരു മുസ്ലിം തീവ്രവാദിയെ ആക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തി. എന്നാൽ മതേതര കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് CPM-കാരന് ബോധ്യമായി. കൽപ്പാത്തിയിലെ തേര് തെളിക്കാൻ മുന്നിൽ നിന്ന് ഷാഫി പറമ്പിലിനെ ഒരു മുസ്ലിം മതഭീകരവാദിയാക്കി മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ലല്ലോ. തുടർന്ന് ഷാഫി പറമ്പിലിനെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് ആക്രമിക്കുക, അതായത് കായികമായി ആക്രമിക്കുക എന്നതല്ല, രാഷ്ട്രീയപരമായി ആക്രമിക്കുക എന്നതായി CPM-ന്റെ ശൈലി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായ ഒരു ആരോപണം, അതായത് ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ആരോപണം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ആരാണെന്ന് പാലക്കാട്ടെ CPM-ന് വളരെ കൃത്യമായി അറിയാം. കരിമ്പനയുടെ നാട്ടിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കുന്ന വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ ഷാഫിക്കെതിരെ ഇല്ലാത്ത കഥകളും വല്ലാത്ത ആരോപണങ്ങളുമായി വന്നാൽ അതൊന്നും വകവെച്ച് തരാൻ കേരളം ഒരുക്കമല്ല. രാഷ്ട്രീയ കേരളത്തിന് ഷാഫി ആരാണെന്നറിയാം. ഷാഫിക്കെതിരെ അപസർപ്പക കഥകൾ പാടുന്ന CPM-കാരാ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറിയോട് ഞങ്ങൾ ചോദിക്കുന്നു, ഷൊർണൂരിന്റെ മുൻ MLA, നിലവിലെ KTDC-യുടെ ചെയർമാനായ PK ശശി ഒരു പീഡന കേസിൽ ഉൾപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഒരു പീഡന പരാതി നൽകിയിട്ട് കൃത്യമായ നടപടിയെടുക്കാതെ ശശിയുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ കമ്മീഷനെ നിയോഗിച്ച പാർട്ടിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ഷാഫിയെ അങ്ങ് ഇല്ലാ കഥകൾ പറഞ്ഞ് ഇല്ലാതാക്കാമെന്ന് മോഹിക്കണ്ട. ഷാഫിക്ക് സംരക്ഷണ വലയം തീർക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, കേരളത്തിലെ KSU-കാരുണ്ട്. കാരണം ഷാഫി എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. CPM-ന്റെ കണ്ണിലെ കരടായ ഷാഫിക്ക് പകരം വെക്കാൻ ഒരു നേതാവില്ലാത്ത CPM-ന് ഷാഫിയെ ഏത് വിധേനയും തകർക്കാമെന്നാണ് CPM-ന്റെ സ്വപ്നം. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഷാഫി എന്താണെന്ന് ഇപ്പോൾ വടകരക്കാർക്കും മനസ്സിലായി. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരിലും വികസനം എത്തിക്കുന്ന, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന, വടകരയിലെ തന്റെ വോട്ടർമാരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരു വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ രാഷ്ട്രീയം നോക്കി മാറ്റി നിർത്താൻ ശ്രമിച്ച CPM-കാരൻ പോലും ഷാഫി എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഷാഫി പറമ്പിലിനെയാണ് നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ വകവെച്ച് തരാൻ കോൺഗ്രസ് ഒരുക്കമല്ല. ഷാഫിയെ സംരക്ഷിക്കാൻ, ഷാഫിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ, ഷാഫിക്ക് സംരക്ഷണ കവചം തീർക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി CPM-ന്റെ EM സുരേഷ് ബാബുവിനോട് വളരെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുകയാണ്, മിസ്റ്റർ സുരേഷ് ബാബു, നിങ്ങൾ ജീവിക്കുന്നത് 2025-ലാണ്. ഇത്തരം കള്ളക്കഥകൾ പാടി
രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പൊതുപ്രവർത്തകന്റെ ഭാവി ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കുള്ള മറുപടി കാലം നൽകിയിരിക്കും. കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനമെന്ന് തിരിച്ചറിയുന്നത് ഉത്തമമാണ്.